ഒരു സിനിമ ജനിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിലല്ല, അതിനും എത്രയോ മുൻപ് സംവിധായകൻ്റെ മനസ്സിലാണ്, ഒരു ചിന്തയായി അല്ലെങ്കിൽ ഒരു സ്വപ്നമായി. എൻ്റെ ആ സ്വപ്നത്തിൻ്റെ പേരാണ് സിറ്റി ബ്ലൂസ്. ഇന്ന് ഞാൻ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിക്കുകയാണ്. മുന്നിൽ 200ഓളം കിലോമീറ്ററുകൾ. ലക്ഷ്യം ഒന്നേയുള്ളൂ, എൻ്റെ സിറ്റി ബ്ലൂസ് എന്ന സിനിമയ്ക്ക് ശ്വസിക്കാൻ പറ്റിയ ചിലയിടങ്ങൾ കണ്ടെത്തണം. അതിനായി ഒരു സോളോ ലൊക്കേഷൻ ഹണ്ടിങ്. കോഴിക്കോടാണ്. ഒരു സംവിധായകൻ ഒറ്റയ്ക്ക് ലൊക്കേഷൻ തിരയുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. കൂടെ ആരുമില്ല, ചിന്തകൾക്ക് തടസ്സമില്ല. വെറുമൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടെത്തലല്ല ലൊക്കേഷൻ സ്കൗട്ടിംഗ്. കഥയോട് സംസാരിക്കുന്ന, കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന പശ്ചാത്തലങ്ങൾക്കായുള്ള തിരച്ചിലാണിത്. സിറ്റി ബ്ലൂസ് എന്നാൽ എനിക്കൊരു ഭ്രമമാണ്, അല്ലെങ്കിൽ മാഞ്ഞു പോകാത്ത ചില ഓർമ്മകളാണ്. ഈ തീരദേശപാതയിലെ ഓരോ വളവിലും പഴയ തെരുവുകളിലും ഞാൻ തിരയുന്നത് ആ ഒരു മാന്ത്രികതയാണ്. എൻ്റെ സിനിമയുടെ ജീവൻ ഒളിഞ്ഞിരിക്കുന്ന ആ ഫ്രെയിമുകൾ. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണ്, ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. സിറ്റി ബ്ലൂസിൻ്റെ ലോകം പതിയെ രൂപപ്പെടുകയാണ്. ഒരു ഫീച്ചർ ഫിലിം അതിൻ്റെ തുടക്കം മുതൽ തിയേറ്റർ വരെ എത്തുന്ന ഈ യാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഹാരിസൺ ഫിലിംസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലബാറിൻ്റെ ഹൃദയമിടിപ്പായ കോഴിക്കോട്. ചരിത്രവും സംസ്കാരവും രുചിക്കൂട്ടുകളും ഒരുപോലെ ലയിച്ചു ചേർന്ന മണ്ണ്. സാമൂതിരിമാരുടെ ഭരണകാലം തൊട്ടിന്നോളം വന്നവരെയെല്ലാം സ്നേഹം കൊണ്ട് മാത്രം തോൽപ്പിച്ച പാരമ്പര്യമാണ് ഈ നഗരത്തിനുള്ളത്. ഈ നഗരത്തിൻ്റെ ജീവനാണ് കോഴിക്കോട് ബീച്ച്. അറബിക്കടലിൻ്റെ ഈ തീരത്തിന് പറയാൻ നൂറ്റാണ്ടുകളുടെ കഥകളുണ്ട്. വിദേശ കപ്പലുകൾ വന്നിറങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം നടന്ന ആ പഴയ പ്രതാപത്തിൻ്റെ സാക്ഷ്യപത്രവുമായി ഇന്നും ആ കടൽപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. പകൽ വെളിച്ചം മാറി സന്ധ്യയാകുമ്പോൾ കോഴിക്കോട് ബീച്ച് മറ്റൊരു ലോകമായി മാറും. ഉപ്പിലിട്ട വിഭവങ്ങളുടെ പുളിപ്പും കല്ലുമ്മക്കായയുടെ മണവും മധുരമുള്ള ഐശ്വര്യതയുടെ തണുപ്പും ഈ തീരത്തെ കൂടുതൽ സജീവമാക്കുന്നു. കളികളും സൗഹൃദ സംഭാഷണങ്ങളും പ്രണയവും ഈ മണൽത്തരികളിൽ എന്നും സജീവമാണ്. കോഴിക്കോട്ടുകാർക്ക് ബീച്ച് വെറുമൊരു കാഴ്ചയല്ല, അതൊരു വികാരമാണ്. എത്ര വലിയ സങ്കടവും ഈ കടൽക്കാറ്റിൽ അലിഞ്ഞു പോകും. ഒരുപാട് മനുഷ്യർക്ക് മനസ്സമാധാനം നൽകുന്ന നന്മ നിറഞ്ഞ മനുഷ്യരുടെ സ്വന്തം കോഴിക്കോട് ബീച്ച്. സിനിമയുടെ ബഡ്ജറ്റും സമയം ലാഭിക്കാനും സംവിധായകൻ്റെ മനസ്സിനൊത്ത കൃത്യമായ വിഷ്വൽ ക്വാളിറ്റി സ്ക്രീനിലെത്തിക്കാനും വേണ്ടിയാണ് പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ തന്നെ ലൊക്കേഷൻ സ്കൗട്ടിംഗ് കൃത്യമായി ചെയ്യുന്നത്. സിനിമ, ഡോക്യുമെൻ്ററി, പരസ്യങ്ങൾ എന്നിവയുടെ ചിത്രീകരണത്തിനായി ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയയെയാണ് ലൊക്കേഷൻ സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു തിരക്കഥയിലെ രംഗങ്ങൾ ദൃശ്യരൂപത്തിലാക്കാൻ ഏത് തരത്തിലുള്ള പശ്ചാത്തലമാണ് വേണ്ടത്, അത് നേരിട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ജോലിയാണിത്. എൻ്റെ ഡയറക്ടേഴ്സ് മാപ്പ് എന്ന ഡോക്യുമെൻ്ററി പരമ്പരയുടെ അടുത്ത എപ്പിസോഡിൽ ലൊക്കേഷൻ സ്കൗട്ടിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിനായി. ഡയറക്ടേഴ്സ് മാപ്പ്
ഉടൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.